നിലമ്പൂരിൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ആന സ്കൂട്ടർ ഉൾപ്പെടെ എടുത്തെറിഞ്ഞു. ഇതുവരെ ആനയെ തളയ്ക്കാനായിട്ടില്ല. പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, വലിയ പ്രകോപനമൊന്നും ഉണ്ടാക്കാതെ ജനവാസ മേഖലയിൽ ആനയെ നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ കാര്യങ്ങൾ? അത്തരത്തിൽ ആനയെ നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും വരുതിയിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പാപ്പാന്മാരുടെ സംഘവും ഈ പോലീസും ഒക്കെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. നിലമ്പൂർ മാരിയമ്മൻ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനായി എത്തിച്ച ബ്രഹ്മണീയം ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ ഈ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഉത്സവ ക്ഷേത്ര സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതുവഴിയാണ് ആന വിരണ്ട് ഓടിയത്. പാപ്പാന്മാർക്ക് നേരെ ആദ്യം പാഞ്ഞെടുത്തു. പിന്നാലെ ഈ പോക്കറ്റ് റോഡുകളിലൂടെ ആന ഓടാൻ തുടങ്ങി. അത് വലിയ രീതിയിൽ ഒരു ആശങ്കയുണ്ടാക്കി. മുന്നിൽ കണ്ടതെല്ലാം ആന തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്കൂട്ടറുകൾ എടുത്തെറിയുകയും ബൈക്കുകൾ മറിച്ചിടുകയും ഒക്കെ ചെയ്തു. അത്തരത്തിലൊരു ആശങ്കാജനകമായ സ്ഥിതിയായി. പിന്നാലെയാണ് പോലീസ് എത്തി ആന ഈ പ്രധാന വഴിയിലേക്കൊക്കെ എത്താതെയുള്ള ഒരു ക്രമീകരണം നടത്തി. ആനയെ ഒരു തവണ തടയ്ക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് പരാജയപ്പെട്ടു. ആന അവിടെ നിന്നും കെട്ടിടം പൊളിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്, മതിൽ പൊളിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ആനയെ ഇപ്പോൾ നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനി പൂർണ്ണമായും വരുതിയിലാക്കണം. അതിനുള്ളൊരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അത് നാട്ടുകാരുടെ സഹകരണം വേണം. ഒരു ആശങ്ക ഉള്ള ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ സൂക്ഷ്മമായി ജാഗ്രത പുലർത്തിക്കൊണ്ട് ഈ തളയ്ക്കൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കണം എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പാപ്പാന്മാരുടെ സംഘമുള്ളത്. ആര്യ പ്രജീഷ്. അരുൺ, നേരത്തെ ഈ ആനയെ സംബന്ധിച്ചുള്ള മറ്റെന്തെങ്കിലും ഇടയുന്ന അല്ലെങ്കിൽ നേരത്തെ മുൻപ് പ്രകോപനം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളോ അങ്ങനെ മറ്റോ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും അറിവ്? അത്തരത്തിൽ നിലവിലിപ്പോൾ എന്തായാലും അത്തരം വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ആളുകൾ പറയുന്നത് യാതൊരു പ്രകോപനവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ആനയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവിചാരിതമായി അപ്രതീക്ഷിതമായി തന്നെയാണ് ആന ഇത്തരത്തിൽ വിരണ്ടോടുന്ന ഒരു സാഹചര്യം, ആന ഇടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തന്നെ ഈ പോലീസൊക്കെ എത്തി സ്ഥലത്തെ സ്ഥിതിഗതി വിലയിരുത്തി ജാഗ്രതയോടുകൂടി തന്നെ ആനയെ തളയ്ക്കാനുള്ള നടപടികളിലേക്കൊക്കെ കടന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇനി ഒരു ആശങ്ക അവിടെ അവശേഷിക്കുന്നുണ്ട്. ആനയെ പൂർണ്ണമായും വരുതിയിലാക്കുന്നത് വരെ അതിലേക്ക് ഉള്ള നടപടികളിലേക്ക് എന്തായാലും കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബ്രഹ്മണീയം ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഈ മാരിയമ്മൻ കോവിലിലെ ഉത്സവത്തിനായി എത്തിച്ചപ്പോൾ ഇടഞ്ഞിരിക്കുന്നത്. അരുൺ, അവിടെ ആളുകളെയൊക്കെ തന്നെ മാറ്റാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? നിർദ്ദേശങ്ങളൊക്കെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടോ? വീട്ടിൽ നിന്നും പുറത്തേക്കൊന്നും ഇറങ്ങരുത്, കുട്ടികൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണം, ഈ വാഹനങ്ങളൊക്കെ പോകുന്ന വഴിയാണോ, അങ്ങനെയൊക്കെയുള്ള കരുതൽ എടുത്തിട്ടുണ്ടോ? അതെ, അത്തരത്തിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം ഈ സംഭവം നടന്ന അല്പസമയത്തിനകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പോലീസ് സംഘം എത്തി, ഈ ഫോറസ്റ്റിന്റെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെത്തി ഇത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആന പോക്കറ്റ് റോഡുകളിലൂടെയൊക്കെയാണ് ഓടുന്നത്. അപ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെ നിരവധിയായി വരുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജാഗ്രത വേണം, അങ്ങനെ ക്രമീകരണം വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പോലീസ് അവിടെ വിന്യസിച്ചിട്ടുണ്ട്. കൃത്യമായി പാപ്പാന്മാരുടെ നിയന്ത്രണത്തിൽ ആണ് ഇപ്പോൾ ആനയുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനി ആനയെ വരുതിയിലാക്കുകയാണ് വേണ്ടത്. പ്രജീഷ്, ഇപ്പം നേരത്തെ അരുൺ പറഞ്ഞു ഈ പോക്കറ്റ് റോഡുകളിലൂടെയൊക്കെയാണ് പോകുന്നത്. വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയും. ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്. സ്വാഭാവികമായും ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അവിടെയുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആന ഇടഞ്ഞിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പൊക്കെ നൽകിയോ അരുൺ? അതെ, ഈ ആന ഇടഞ്ഞ് ആന വിരണ്ട ഓടി എന്ന് ഇത്തരത്തിലൊരു സംഭവം നടന്നപ്പോൾ ആദ്യം ആനയെ തളയ്ക്കാനുള്ള ശ്രമം തന്നെയാണ് അപ്പോൾ നടത്തിയത്. പക്ഷേ അത് കുറച്ച് വൈകിയോ എന്നുള്ളൊരു ആശങ്കയും അവിടെ ആളുകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും അപ്പോൾ തന്നെ പോലീസിനെ സ്ഥലത്ത് എത്തിച്ച് പിന്നീടാണ് ഇത്തരത്തിൽ ആനയെ നിയന്ത്രണത്തിനാക്കുന്നതിനൊപ്പം തന്നെ ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകാനുള്ള കാര്യങ്ങളൊക്കെ നടപടിയൊക്കെ ആരംഭിച്ചത്. അത് ഒരു 15 മിനിറ്റിനകം തന്നെ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പോലീസൊക്കെ എന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ട്. ഇപ്പോൾ എന്തായാലും ആനയെ വിചാരിച്ച രീതിയിലേക്ക് നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇനി ആനയെ വരുതിയിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു തവണ ആനയെ തളച്ചു എന്ന് കരുതിയപ്പോഴായിരുന്നു ആന ഈ മതിൽക്കെട്ട് തകർത്തുകൊണ്ട് വീണ്ടും വിരണ്ടോടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശങ്ക അവിടെ മുന്നിലുണ്ട്. അപ്പോൾ പൂർണ്ണമായും ആന വരുതിയിലായാൽ മാത്രമേ ആശ്വാസകരമായ ഒരു സ്ഥിതിയിലേക്ക്, ശാന്തമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തൂ എന്നുള്ളതാണ്. ക്രമീകരണങ്ങളെല്ലാം എന്തായാലും സജ്ജമാണ്. പോലീസിന്റെ ഒക്കെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇപ്പോൾ എന്തായാലും വിവരം അറിയിച്ച് കൂടുതൽ
കൂടുതൽ ആളുകളെ അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അതിന് സാധിച്ചിരുന്നില്ല. കാരണം അത്തരത്തിലൊരു അവിചാരിതമായ ആന ഇങ്ങനെ ഇടുന്ന സാഹചര്യം ഉണ്ടായി. പോക്കറ്റ് റോഡുകളിലൂടെയൊക്കെ ആന ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഏറെ ആശങ്കയുണ്ടാക്കിയതാണ്. ഇപ്പോൾ ആ ക്രമീകരണത്തിനെല്ലാം കൃത്യമായി നടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ആനയെ തളയ്ക്കുകയാണ്, പൂർണ്ണമായും തളയ്ക്കുകയാണ് വേണ്ടത്. ആര്യ.